നമ്മൾ ആ ഒരു ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എൻ്റെ സിലബസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു, എൻ്റെ കണ്ടന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു, എൻ്റെ റിവിഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പരമാവധി ചെയ്യുക, പരമാവധി ക്വസ്റ്റ്യൻ കവർ ആക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും എല്ലാം പഠിക്കാൻ പറ്റില്ല, നമുക്ക് ഇത്രയും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇപ്പം ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിപ്പോൾ നമ്മളൊരു എക്സാം എഴുതുമ്പം നമ്മൾ ഒന്നും പഠിക്കാതെ ഇത്ര മാർക്ക് കിട്ടി എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഒന്നും പഠിക്കാതെ എനിക്കിപ്പം 130, 140 ഒക്കെ കിട്ടി, പിന്നെ ഞാൻ നല്ലോണം പഠിച്ച് എനിക്കത് 200 180 ഒക്കെ കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ അത് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമുക്കൊരു പെട്ടെന്നൊരു മാർക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, പിന്നെ അതിൽ നിന്ന് നമുക്കൊരു 5 മാർക്കോ 10 മാർക്കോ ഒക്കെ കൂടണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. 56 പേർക്കാണ് ഇതിൽ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം അതിന് കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു 500-600 പേരായിരിക്കും. എക്സാക്ട്ലി. അപ്പം ആ ഒരു പൂളിലോട്ട് നമ്മൾ ആദ്യം എത്തിപ്പെടണം. ആ ഒരു പൂളിൽ എത്തിപ്പെടുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചിലപ്പം ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത ആ പൂളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത്. അതാണ് നമ്മുടെ വിഷൻ. ഇതാണ് നിങ്ങളുടെ ഫണ്ടമെന്റൽസ് എന്തും ആയിക്കോട്ടെ, നന്നായിട്ട് നിങ്ങൾ വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ പറഞ്ഞൊരു ക്വാളിഫിക്കേഷനിൽ എത്താൻ പറ്റും. ഇന്നത്തെ തോൽവിയല്ല നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്, നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അച്ചീവ്മെന്റ്സിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഹായ്, ഹലോ. അപ്പോൾ വീണ്ടും ഒരു എക്കണോമിക്സിൻ്റെ JRF റിസൾട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഇൻട്രാക്ഷൻ വീഡിയോ ആണ്. ഓക്കെ, അലൈൻ നമ്മളെ റിസൾട്ടിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു, അലൈൻ ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു പോകുന്നുണ്ട് സ്റ്റുഡൻ്റാണ്. അലൈൻ ഇവിടെ അക്കാദമി ഒന്ന് ജോയിൻ ചെയ്യുന്ന 24 ജൂണിലാണ്, ഡിസംബർ എക്സാമിന് വേണ്ടി വരുന്നു. നന്നായിട്ട് പഠിക്കുന്നു. ആദ്യത്തെ ടേമിൽ നെറ്റ് മാത്രമേ ഉള്ളൂ, അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് മാത്രമാണ് അദ്ദേഹത്തിന് ക്വാളിഫൈഡ് ആകാൻ സാധിച്ചതെന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ്ലി ജനുവരി മുതൽ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു ജൂൺ എക്സാമിന് വേണ്ടി എന്നുള്ളതാണ്. ആൻഡ് ദെൻ ജൂണിലെ റിസൾട്ട് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുകയാണ്. JRFോടുകൂടി ക്വാളിഫൈഡ് ആയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ആപ്പിൾബിയുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം JRF എന്നൊക്കെ പറഞ്ഞാൽ 1% മാത്രമാണ്. ആ റിസൾട്ട് വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് എടുക്കുന്ന എടുത്ത് നോക്കുക. അതിനകത്ത് ഞാൻ അലോക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. വെറും 50 സംതിങ് ആണ് ജനറൽ ടൂളിൽ നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, എക്കണോമിക്സിൽ JRF കിട്ടിയിരിക്കുന്നത്. 40 ഈ തൊട്ട് താഴെയുള്ള കാറ്റഗറി, 30 അത് കഴിഞ്ഞിരിക്കുന്ന കാറ്റഗറീസ്. വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു അച്ചീവ്മെൻറ്റിലാണ് നമുക്ക് ഇത്രയും ആൾക്കാരെ നമുക്കിവിടെ JRFിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു വിഷനുണ്ട്. ആ വിഷൻ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോരുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ടൈം നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു, നമ്മൾ ആ ടൈമിൻ്റെ റിസൾട്ട് പോലും നമ്മൾ മാറ്ററാക്കുന്നില്ല. നമുക്ക് JRF കിട്ടുന്ന എപ്പോഴാണോ അതുവരെ നമ്മൾ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നതാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ലൊക്കേഷൻ, ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ക്ലാസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഗൈഡ് ലൈൻസ് ഞാൻ തന്നിട്ടുണ്ട്. എങ്ങനെ ഏതാ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് സീരിയസ് ആയിട്ട് ക്ലാസ് ചെയ്യുന്ന ആൾക്കാണെന്ന് അറിയാം. അത് നിങ്ങൾ പഠിച്ചു പോയാൽ മാത്രം മതി. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഒരു ടൈമിൽ റിസൾട്ട് നമുക്ക് അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടല്ല, ആ ദിവസം നിങ്ങൾക്ക് മോശമായതുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വീണ്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ലോങ് ടൈമിൽ ആർക്കും ക്വാളിഫൈഡ് ആകാൻ പറ്റും. ഈ 1%ലേക്ക് എത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് പറ്റുമോ എന്ന് ചോദിച്ചാൽ ആരെ കൊണ്ടും പറ്റും. 2 കാര്യങ്ങൾ മതി, കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ട്. അവരുടെ എല്ലാവരും എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇതാണ് ആപ്പിൾബിയുടെ ഒരു സ്ട്രാറ്റജി. ഒരു ദിവസം കൊണ്ട് ക്ലാസ് തന്ന് നിങ്ങളെ അത്ഭുതങ്ങൾ കാണിപ്പിച്ച് നമ്മൾ ജയിപ്പിക്കാം എന്നല്ല പറയുന്നത്. ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ അഡ്മിഷൻ നിങ്ങൾക്ക് JRF കിട്ടുന്നവരാണ്. എത്ര ടൈം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓൺലൈനിൽ നമ്മുടെ JRF സ്കീം എടുത്തു കഴിഞ്ഞാൽ 2 years ഞാൻ എടുത്ത് വാലിഡിറ്റി പീരീഡ് പറഞ്ഞത്. ആ 2 years പറയുന്നത് അത് ചുമ്മാ ഏതാ പറഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലും ഒരു വിഷൻ ഇല്ലാതെ പറയുന്നതല്ല. ഈവൻച്വലി ഈ 1%ലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ആദ്യത്തെ അറ്റൻഡ് നിങ്ങൾക്ക് ചിലപ്പം നെറ്റ് മാത്രമേ കിട്ടുള്ളൂ, അടുത്ത അറ്റൻഡ് നമുക്ക് JRF പിടിക്കാൻ പറ്റണം. ഓക്കെ, ആൻഡ് ദെൻ ഫസ്റ്റ് അറ്റൻഡ് ചിലപ്പോൾ നിങ്ങൾക്ക് PhD ക്വാളിഫിക്കേഷൻ മാത്രമേ കിട്ടുള്ളൂ, അടുത്ത അറ്റൻഡ് അത് JRF ആക്കി നമുക്ക് മാറ്റാൻ പറ്റണം. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ അൺഫോർച്ചുനേറ്റ് ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാലും 2 yearsനുള്ളിൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആകാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മുടെ ഓൺലൈൻ സ്കീമിൽ ഞാൻ 2 years ഡ്യൂറേഷൻ നമുക്കവിടെ ഇട്ടിരിക്കുന്നത്. ക്ലാസ് റൂം അഡ്മിഷൻ ആണെങ്കിൽ ലൈഫ് ലോങ് വാലിഡിറ്റി ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, 6 മാസം കൊണ്ട് പഠിച്ച് ക്വാളിഫൈഡ് ആകാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. 2.5 മാസം കൊണ്ട് പോലും ഇവിടെ JRF കിട്ടിയ ആൾക്കാരുണ്ട്. നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി എന്നുള്ളതാണ്. എന്നാൽ അടുത്ത സെയിം ടൈം ചിലപ്പോൾ 6 മാസം കൊണ്ടും 1 വർഷം കൊണ്ടും 2 വർഷം കൊണ്ടും എടുത്ത ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ വിഷൻ ഇതാണ്, നിങ്ങളുടെ ഫണ്ടമെന്റൽസ് എന്തും ആയിക്കോട്ടെ
നന്നായിട്ട് നിങ്ങൾ വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ പറഞ്ഞൊരു ക്വാളിഫിക്കേഷനിൽ എത്താൻ പറ്റും. ഇപ്പോൾ ഇദ്ദേഹമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ട്, ചെറിയൊരു ഇൻട്രാക്ഷനാണ്, ഞങ്ങൾക്ക് കിട്ടിയ സമയം കൊണ്ട് പെട്ടെന്ന് നമ്മളവിടെ അറേഞ്ച് ചെയ്താണ്, നിങ്ങൾക്ക് കേൾക്കാം ആൻഡ് ദെൻ അതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ എടുക്കാം. ഒരു റോൾ മോഡലായിട്ട് ഇത് എടുക്കുക, നല്ലതായിട്ട് പഠിച്ചു തുടങ്ങുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഒരു ദിവസം കൊണ്ടല്ല ഒന്നും സംഭവിക്കുന്നത്. ഇന്നത്തെ തോൽവിയല്ല നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്, നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു പ്രാവശ്യം വീണ് പോയാലും സാരമില്ല, അതൊരു പ്രോസസ്സാണ്, വീണ്ടും എണീറ്റ് നിൽക്കുക. ഓക്കെ, ചെയ്യാനായിട്ട് ശ്രമിക്കുക, നേടുക, നേടുന്നവരെ വീണ്ടും ശ്രമിക്കുക. അതായിരിക്കണം നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത്. ഒരു റോൾ മോഡലായിട്ട്, ഇൻസ്പിറേഷനായിട്ട് നമുക്ക് കണ്ട് പഠിച്ച് നിങ്ങൾക്കൊക്കെ വീണ്ടും ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നമുക്ക് കണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് അലൈൻ. അലൈൻ ഇപ്പം 2 പ്രാവശ്യം ക്വാളിഫൈഡ് ആണ്. അതായത് നമുക്ക് ആദ്യത്തേത് നമുക്ക് വരുന്നത് ലാസ്റ്റ് ഡിസംബറിൽ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫൈഡ് ആവുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അതേ സീരിയസ്നെസ്സോടെ നമ്മൾ അപ്പിയർ ചെയ്യുന്നു. ഇപ്പോൾ വന്നിട്ടിരിക്കുന്ന ജൂണിലെ റിസൾട്ടിൽ നമുക്ക് JRFോട് കൂടി എക്കണോമിക്സിൽ ക്വാളിഫൈഡ് ആകാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അലൈനോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കിവിടെ വരുന്നു ആദ്യത്തെ അറ്റംപ്റ്റ്. നമ്മൾ വിചാരിച്ച ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും നമ്മൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കാനും ഒന്നാമത്തെ അറ്റംപ്റ്റിൽ സാധിച്ചു. എങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഇമ്പാക്റ്റ്? നമ്മൾ ഒരു കോളേജ് കഴിഞ്ഞിട്ടാണല്ലോ പെട്ടെന്ന് വരുന്നത്. അപ്പം അതിലെ തീരെ ആ ഒരു അറ്റ്മോസ്ഫിയറേ അല്ല ഇവിടെ. അപ്പം നമുക്ക് ആദ്യം അത് അഡാപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു പെട്ടെന്നൊരു എന്താ പറയുക, ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരു കൂട്ടത്തിലോട്ട് വരിക. അപ്പം അത് അഡാപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമാവും. അപ്പം അതുകൊണ്ട് ആ ടൈമിൽ ഒരു പ്രയാസം ഉണ്ടെങ്കിലും പിന്നീട് അത് മാറി. പിന്നെ നമുക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള എൻ്റെ ഹോസ്റ്റലിലുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരും ഭയങ്കര പഠിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു നല്ലൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു. അപ്പം അവരുടെ കൂടെ നമ്മൾ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ആയിട്ട് നടത്തിയിട്ട് അങ്ങനെ ചെയ്തപ്പം അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടായി എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഞാൻ എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ, അതായത് നമുക്ക് ഓഫ്ലൈൻ വേണോ ഓൺലൈൻ വേണോ എന്ന് എപ്പോഴും കുട്ടികൾക്ക് വലിയൊരു കൺസേൺ ആണ് ബേസിക്കലി എപ്പോഴും സംസാരിച്ച് ചെയ്യുന്നതിന്. അപ്പം ഞാൻ ഓഫ്ലൈൻ വരുന്ന സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ അപ്രൂവൽ കൊടുക്കുമ്പം അവിടെ കുറച്ച് നമ്മുടെ ഡിസിപ്ലിനൊക്കെ ഫോളോ ചെയ്യുന്ന, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന, ക്ലാസ് എല്ലാ ദിവസവും വരണം, അറ്റൻഡൻസ് നമ്മൾ ഫോളോ ചെയ്യും, ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്, ടെസ്റ്റ് പേപ്പേഴ്സ് ഭയങ്കര മാൻഡേറ്ററി ആണ്, ഹോസ്റ്റലാണെങ്കിൽ നമ്മൾ പോയതിന് ശേഷം പഠിക്കണം. അപ്പോൾ വെറും ഒരു 7% അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പും അതുപോലെ തന്നെ, അതായത് 1% ആണ് JRF കിട്ടുന്നത്, 6% ആണ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ 7% ആൾക്കാർ വരുന്ന ഒരു എക്സാമിൽ നമുക്ക് ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, നമ്മൾ UG PG ലൈഫൊക്കെ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നൊരു സമയമായിരിക്കും. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സീരിയസ് അറ്റ്മോസ്ഫിയറിലേക്ക് വന്നപ്പോഴത്തേനും ഒരു സ്റ്റുഡൻസിന് ഒരു ക്ലാഷ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ കണ്ടുപിടിക്കേണ്ട ഒരു പോയിന്റ്, പെട്ടെന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരുന്നു എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് വളരെ നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ സിറ്റുവേഷൻ നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിലും ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യാനും പിന്നീട് കഴിഞ്ഞ ശേഷം ഹോസ്റ്റലാണെങ്കിൽ നന്നായിട്ട് ഇരുന്ന് പഠിക്കാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് നെറ്റ് കിട്ടുന്നു അല്ലേ, പിന്നീട് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്, ഇതൊരു ജേർണിയാണ് ലോങ് റൺ അല്ലേ. ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ മാറിയിരിക്കാതെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, JRFിലേക്ക് വരിക, പിന്നെ ഏറ്റവും നല്ലൊരു എൻറ്റിറ്റിയിൽ PhDക്ക് നോക്കുക എന്നാണ് പറയുന്നത്. അപ്പം വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ, അതല്ലെങ്കിൽ എന്തായിരുന്നു വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇല്ല, ഞാൻ വന്നപ്പോൾ തന്നെ വിചാരിച്ചത് നമുക്കൊരു ഇയറോ അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ആയിട്ട് നിൽക്കാം എന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. അല്ലാതെ നമുക്കൊരു 6 മാസത്തെ ഒരു ഷോർട്ട് പീരീഡിൽ ഇത് JRF കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി ഞാൻ ഇതിനു മുമ്പ് എഴുതിയ എക്സാമാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ അറിയാം. അപ്പം അതുകൊണ്ട് മനസ്സിൽ അത് പ്രിപ്പയർഡ് ആയി വന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട ഒരു ആവശ്യമായിട്ട് വന്നില്ല. പിന്നെ ആ ഒരു ഇപ്പം ആദ്യം നെറ്റ് ക്ലിയർ ആയി, അത് കഴിഞ്ഞിട്ട് JRFന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എക്സ്ട്രാ മെത്തേഡൊന്നും യൂസ് ചെയ്തില്ല. ആ പഴയ മെത്തേഡ് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുക എന്നുള്ളതിലായിരുന്നു. കുറച്ചുകൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും സെക്കൻഡ് ടൈമിൽ നമ്മൾ പഠിക്കും. ആദ്യ ടൈമിൽ നമ്മൾ ഒരുപാട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. പിന്നീട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പോകുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി കിട്ടാനുള്ളൊരു പോസിബിലിറ്റി എന്നുള്ളത്. ഇപ്പം അലൈൻ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കുറച്ച് ലോങ് ടൈമിൽ ഇവിടെ വന്ന് പഠിക്കാം എന്നുള്ളത് തന്നെയായിരുന്നു പ്ലാൻ എന്ന രീതിയിലേക്ക്. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ആൾക്കാരുടെ ഫണ്ടമെന്റൽസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചു വന്ന യൂണിവേഴ്സിറ്റി, +2 ലെവൽ മുറുക്ക് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ, പിന്നെ കുറേ കോമ്പൗണ്ട്സ് ഉണ്ട് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു കേപ്പബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നതിനകത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ JRFിൻ്റെ കാര്യം നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അമലുവിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ 2.5 മാസം കൊണ്ട് ആൾ JRF ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വർഷം എടുത്തും JRF ക്വാളിഫൈഡ് ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും
ഏറ്റവും വലിയ സംഭവം ഇവർ രണ്ടുപേരെ നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ബിയിൽ ഓഫ്ലൈൻ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിലും തിരിച്ചു വരാം. ഒരു ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ പോലും അവർക്ക് എപ്പോഴാണോ അവർക്ക് ആവശ്യം വരുന്ന സിറ്റുവേഷൻ അവർക്ക് വീണ്ടും തിരിച്ചു വന്ന് റീജോയിൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു വിഷൻ തന്നെ അങ്ങനെയാണ്, ലോങ് ടൈമിൽ പഠിച്ചു പോകാൻ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇവർക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളത് എങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഞാൻ വേറെ അധികമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ ഒരു ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ എൻ്റെ സിലബസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു, എൻ്റെ കണ്ടന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു, എൻ്റെ റിവിഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പരമാവധി ചെയ്യുക, പരമാവധി ക്വസ്റ്റ്യൻ കവറാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാനതിനിപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ എല്ലാം പഠിച്ചിട്ട് മാത്രമേ PYQ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും എല്ലാം പഠിക്കാൻ പറ്റില്ല. നമുക്ക് ഇത്രയും എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഇപ്പോൾ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അത് എല്ലാം പഠിച്ചിട്ട് നിൽക്കണ്ട. നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നും പഠിച്ചില്ലെങ്കിലും നമ്മൾ PYQ ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒപ്പം ആണ് ബാക്കിയുള്ള കണ്ടന്റും കൂടെ പഠിച്ചുകൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അല്ലെ, എനിക്കിപ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, നിങ്ങൾ ആ കാണുന്ന 10 മൊഡ്യൂളിൻ്റെ സിലബസ് അത് കോമഡി അതെടുത്ത് നോക്കരുത്. അതേപോലെ അല്ല എക്സാംസ് ചോദിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേണും അൽഗോരിതവും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതാണ് നമ്മളൊരു വിഷൻ പറയുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും മുഴുവൻ PYQനെ ബേസ് ചെയ്തിട്ടാണ്. അത് ചുമ്മാ ലെക്ചർ ചെയ്ത് പോകുന്നതിന് പരമായിട്ട് എങ്ങനെയാണ് അവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നൊരു പോയിന്റിലാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അതിൻ്റെ ഡിസ്കഷൻ, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈമിൽ നമ്മളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി വലിയ രീതിയിലേക്കുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പല പ്രാവശ്യം നമ്മൾ ടാർഗറ്റ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, വീണ്ടും നമ്മൾ റീവർക്ക് ചെയ്യുന്നു. അതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര റിയാലിറ്റിയാണ്. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ഇമ്മീഡിയറ്റ്ലി കാര്യങ്ങൾ നടക്കുന്നതാണ്. അല്ലെ പല പ്രാവശ്യം നമ്മൾ ശ്രമിക്കുന്നു, അല്ലെ അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ച ടാർഗറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയായിരുന്നു, ഇല്ല വീണ്ടും ശ്രമിക്കുന്നു, അങ്ങനെയല്ലേ വന്നതാണോ? പിന്നെ നമുക്ക് അതിൻ്റെ ഒരു എനിക്കിപ്പം ബാക്കിയുള്ളവർ പറയാനുള്ളത്, നമ്മൾ എന്തായാലും ഒരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. അപ്പം അതിപ്പം നടക്കാതിരിക്കുക, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നമുക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പം അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഒരു ഇന്ന് ഇത്ര അവർ പഠിക്കുന്നു എന്ന് പറയുന്നു, ആ ഒരു പ്ലാൻ ഉണ്ടായിട്ട് അത് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, പക്ഷെ അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലൊരു റിഗ്രറ്റ് വരും, ഓക്കെ ഇന്ന് എനിക്കത് പഠിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളത് ഉണ്ടാക്കാൻ, ആ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ മടിച്ചിരിക്കരുത്. നമ്മളത് കിട്ടിയത് എന്താ പറയുക, ആ ടൈമിൽ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വീണ്ടും അത് ആ ഒരു അവേഴ്സ് എന്താ പറയുക പഠിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഓരോ ആൾക്കാർക്കും വർക്കാവുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ആ രീതിക്ക് അനുസരിച്ച് അവരവരുടെ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, വർക്ക് ചെയ്ത് നോക്കുക, തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും തിരുത്തുക, വീണ്ടും വർക്ക് ചെയ്യുക, അതിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ക്വാളിഫിക്കേഷൻസ് ഒക്കെ JRF വരാൻ പറ്റിയത്. ഇനി അടുത്തൊരു കാര്യം, നമുക്ക് JRF ഒക്കെ കിട്ടി. അപ്പൊ എപ്പോഴും നമ്മളുടെ ഒരു വിഷനായിട്ട് വരുന്നൊരു കാര്യമുണ്ട് PhD കുറിച്ച്, അല്ലെ? അപ്പം എന്താണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത പ്ലാൻ? ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പുതിയൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇതുവരെയുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ JRF കിട്ടുമായിരുന്നുള്ളായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിനു വേണ്ടി ഇരിക്കണം, ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനത്തിൽ നിന്ന് ചെയ്യണം എന്നാണ് താല്പര്യം. തീർച്ചയായിട്ടും കേട്ടോ. അപ്പം എല്ലാ സ്റ്റുഡൻസും ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇതൊരു ജേണിയാണ്, വൺ ഡേയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. കാരണം നമ്മൾ +2 മുതൽ PG വരെ പഠിച്ച കാര്യങ്ങളും അതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സും ചോദിക്കുന്ന ഒരു എക്സാമാണ് UGC എക്സാം. എന്ന് മാത്രമല്ല ഇപ്പോഴൊക്കെ ഈ AI ഒക്കെ വന്നതിന് ശേഷം സോഫ്റ്റ്വെയർസാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മളെ എങ്ങനെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ടവർക്കവിടെ സാധിക്കുന്നതാണ്. അപ്പോൾ ആ പറയുന്നൊരു, ഇപ്പോൾ പലരും വിചാരിക്കുന്നത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമാണ് AI വന്നപ്പോൾ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ അതർ സൈഡ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനേക്കാളും യൂസ്ഫുൾ ആയിട്ട് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ആൾക്കാർക്കൊക്കെ എപ്പോഴും ഇനി അത് ആരെ മിസ്ലീഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ, അത് ഭയങ്കര എളുപ്പത്തിൽ കിട്ടും എന്നുള്ളതാണെന്നും ഒരു തോന്നൽ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ചിലപ്പം ഇതിപ്പോൾ നമ്മളൊരു എക്സാം എഴുതുമ്പം നമ്മൾ ഒന്നും പഠിക്കാതെ ഇത്ര മാർക്ക് കിട്ടി എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഒന്നും പഠിക്കാതെ എനിക്കിപ്പം 130, 140 ഒക്കെ കിട്ടി, പിന്നെ ഞാൻ നല്ലോണം പഠിച്ച് എനിക്കത് 200 180 ഒക്കെ കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ അത് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമുക്കൊരു പെട്ടെന്നൊരു മാർക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, പിന്നെ അതിൽ നിന്ന് നമുക്കൊരു 5 മാർക്കോ 10 മാർക്കോ ഒക്കെ കൂടണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അത് വലിയൊരു റിയാലിറ്റിയാണ് ഇവിടെ. ഇപ്പോൾ നമുക്കാണല്ലോ ഒരുപാട് സ്റ്റുഡൻസ് പറയും ഞാൻ 2 3 ക്വസ്റ്റ്യൻ ആണ് തെറ്റിപ്പോയത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ 7 വർഷം പഠിച്ച സബ്ജക്റ്റാണ്, അതിലൊരു 55-58% ഒക്കെ ക്വൈറ്റ് നാച്ചുറലി സംഭവിച്ചേക്കാം. അതിന് മുകളിലേക്കുള്ളൊരു 10-15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരെ എത്താൻ നമ്മൾ എത്ര എഫേർട്ട് എടുത്തു അതിൻ്റെ വലിയ രീതിയിലേക്ക് നമ്മളവിടെ എഫേർട്ട് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം എനിവേ
ഇതാണ് നമ്മുടെ അലൈൻ്റെ അത്യാവശ്യം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. ഇനി അതേപോലെ തന്നെ PhD ഒക്കെ ജോയിൻ ചെയ്ത് അത് ഏത് എൻറ്റിറ്റിയിലാണ് അഡ്മിഷൻ കിട്ടുന്നതിൻ്റെ ഫോർമാറ്റീസും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് മോഡൽസ് ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻസിനെല്ലാം കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ഒരു PhDക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ JRF വിട്ടിട്ട് ഇന്നിടത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യേണ്ടതാണ് ഒരാളുണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന അടുത്തൊരു ഫോം അവിടെ ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല അർജുൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അർജുൻ അന്ന് ഞാൻ ക്ലാസ്സിൽ കൊണ്ടിട്ട് നമ്മുടെ മരിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഓർക്കുന്നുണ്ട്, നമുക്ക് JRF കിട്ടിയ ആൾ. അപ്പം മരിയ ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഇത് എങ്ങനെയാണ് വേണ്ടത് അങ്ങനെയെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഡിസ്കഷൻ വരുമ്പോൾ തന്നെ ഇവർക്ക് വലിയ രീതിയിലേക്കുള്ള ഇൻപുട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്നതാണ്. പിന്നെ എന്നോട് നേരത്തെ പറഞ്ഞൊരു കാര്യം മിസ്ലീഡിംഗ് ആണ്. ഇത് വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ് എന്ന രീതിയിലേക്ക് ഈ കോർപ്പറേറ്റ്സുകളൊക്കെ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം വലിയ രീതിയിലേക്കുള്ള അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾ വിചാരിക്കുന്നത് പെട്ടെന്ന് കിട്ടുന്നു. ഇത് ഇവരെ സൈക്കോളജിക്കലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും കിട്ടുന്നു, എനിക്ക് മാത്രം കിട്ടുന്നില്ല എന്നൊരു ഫീൽ അവിടെ ഒരു സത്യം പറഞ്ഞ റിയാലിറ്റി അങ്ങനെയല്ല. ഈ പ്രാവശ്യം എടുത്തു നോക്കി ജനറൽ കാറ്റഗറി എക്കണോമിക്സിൽ 56 പേർക്കാണ്, തൊട്ട് താഴെ 40 സംതിങ്, തൊട്ട് താഴെ 30 സംതിങ്, 150 പോലും ഇല്ല ഓൾ ഇന്ത്യ ലെവലിൽ എന്നുള്ളതാണ്. അപ്പോൾ അന്നേരമാണ് ഈ റിയാലിറ്റി കുട്ടികൾ മനസ്സിലാക്കിയെടുപ്പുണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മാർക്ക് ആദ്യത്തെ ടൈമിൽ എത്ര ആയിക്കോട്ടെ, നിങ്ങൾ ആ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുക. അത് റെഗുലറായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യാം. വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി കൂടെ പഠിക്കുക. പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി കൂടെ പഠിക്കുക. അല്ലാതെ നോട്ടിഫിക്കേഷൻ വരുന്നൊരു ഒരു മാസം ക്രാഷോ അതിന് മുമ്പ് റിസൾട്ട് വന്നതിനുണ്ടാകുന്ന ഒരു ഹ്യൂമിലിയേഷനോ കൊണ്ടോ നമ്മൾ ഇതിനൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 56 പേർക്കാണ് ഇതിൽ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം അതിന് കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു 500-600 പേരായിരിക്കും. എക്സാക്ട്ലി. അപ്പം ആ ഒരു പൂളിലോട്ട് നമ്മൾ ആദ്യം എത്തിപ്പെടണം. ആ ഒരു പൂളിൽ എത്തിപ്പെടുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ചിലപ്പം ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത ആ പൂളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത്. അതാണ്. ഇപ്പം ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു JRF കിട്ടാൻ പൊട്ടൻഷ്യലുള്ള കുറേ പേരുണ്ട്. അപ്പം അവർക്കിപ്പം എനിക്ക് എന്താ പറയാ ഒരു പല സാഹചര്യം കൊണ്ടായിരിക്കാം കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും വീണ്ടും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ മറ്റേ ക്രിസ്റ്റീന, ആനി, മെറീന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാച്ചിലുണ്ടായിരുന്ന എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അത് ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറിയിൽ തന്നെയാണ് ഇവരെല്ലാം ക്വാളിഫൈഡ് ആയിരുന്നത്. വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോമ്പീറ്റിംഗ് പൂളിലുള്ള ആൾക്കാരാണെന്നുള്ളതാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കുക എന്നുള്ളതാണ്. പിന്നെയും സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു നാഷണൽ എക്സാമിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആൾക്കാർ തമ്മിലാണ് കോമ്പറ്റീഷൻ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇറർ വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് വളരെ ക്വൈറ്റ് നാച്ചുറൽ ആണെന്നും ഞാൻ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ ഡിസ്ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു പ്രശ്നമല്ല എന്നുള്ളതും എനിക്കതിന് പറ്റും എന്നൊരു ആത്മവിശ്വാസമാണ് ബേസിക്കലി സ്റ്റുഡൻസ് നമുക്കവിടെ വേണ്ടതെന്നാണ്. അപ്പോൾ എനിവേ ഇതേപോലെ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് കണ്ടുപഠിക്കണം. അതായത് ഒരു വിഷനുമായിട്ട് വരുന്നു, ആ വിഷനിൽ ഇവിടുത്തെ ഒന്നാമത്തെ പ്രാവശ്യം തന്നെ നെറ്റ് ക്വാളിഫൈഡ് ആകാൻ പറ്റുന്നു, സെക്കൻഡ് അറ്റംപ്റ്റിൽ വീണ്ടും കൺസിസ്റ്റൻ്റ് ആയിരുന്നു JRFോട് വരാൻ സാധിക്കുന്നു. ആൻഡ് ദെൻ എന്ന് മാത്രമല്ല എനിക്കിവിടെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ഈ ഒരു ബാച്ചിലാണെങ്കിൽ ഇപ്പോൾ എന്നോട് എക്സാം കഴിഞ്ഞ ശേഷം 30% എക്സാം ഉണ്ടായിരുന്നു, റിപ്പീറ്റേഷന് ഞാൻ കാണും എന്ന് പറഞ്ഞ ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പറയുന്നൊരു വിഷയമുണ്ട്, കിട്ടുന്നവരെ നിങ്ങൾ ഈ പ്രോസസ്സിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് JRF കിട്ടുന്നതിന് മുമ്പ് തന്നെ, റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ ബാച്ചിൻ്റെ റിപ്പീറ്റേഷന് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണും എന്ന അലൈൻ എന്നോട് അവിടെ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വളരെ ഡിറ്റർമിൻഡ് ആയിട്ടൊരു ഫോമാണ്. പിന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ സാഹചര്യമാണ്. ഇവിടെ വന്ന് പഠിക്കാൻ പറ്റുന്നവർ ഇവിടെ വന്ന് പഠിക്കുക. ഇനി അതല്ല വീട്ടിലിരുന്നാണെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുക. സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യും. ഇതിൻ്റെ എല്ലാം ബേസിക് റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, കൺഗ്രാജുലേഷൻസ്. ഇങ്ങനെ ഒരു റോൾ മോഡലായിട്ട് ഒരുപാട് ആൾക്കാർക്ക് നമുക്കൊരു ഇൻസ്പിറേഷൻ ആകാൻ പറ്റട്ടെ എന്നുള്ളത് നമുക്ക് വീണ്ടും ഒരുപാട് ആഗ്രഹിക്കാം. താങ്ക് യു സോ മച്ച്.